ക്രിസ്മസ് അവധിക്കാലം വരികയാണ്. സാധാരണ കുട്ടികൾ ബന്ധുവീടുകളിലും അയൽവീടുകളിലുമൊക്കെ കളിക്കാൻ പോകുന്ന സമയം. എത്ര അടുപ്പമുള്ളവരാണേലും മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളുടെ അതീവ ശ്രദ്ധ വേണം. കാരണം ഒന്ന് കണ്ണു തെറ്റിയാൽ കഴുകനെ പോലെ കുട്ടികളെ പിച്ചി ചീന്താൻ പലരും നോക്കിയിരിക്കുന്നുണ്ട്. ഇടുക്കിയിൽ ഒരു ഓണാവധിക്കാലത്ത് 9 വയസ്സുകാരിക്ക് നേരെ അയൽവാസി ലൈംഗിക അതിക്രമം നടത്തിയ കേസ് ഈ നാട്ടിലെ അച്ഛനമ്മമാർ മനസ്സിലാക്കണം. കൂട്ടുകാരിയുടെ അച്ഛനാണ് 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചത്. കേസിൽ 1 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നു. 9 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 5 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി ഗിരീഷ് 30,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് ഇടുക്കി പോക്സോ അതിവേഗ കോടതിയുടെ വിധിയിലുണ്ട്. ഓണാവധിക്കാലത്താണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചിരുന്ന പെൺകുട്ടി അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ അയൽവാസിയായ പ്രതിയുടെ മകളോടൊപ്പം ഇവരുടെ വീട്ടിലെത്തി. ഈ സമയത്താണ് അതിക്രമം നടന്നതായി പറയുന്നത്. വീടിന്റെ ടെറസിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പെൻസിലെടുക്കാനായി പ്രതിയുടെ മകൾ പറഞ്ഞുവിട്ടപ്പോൾ ഗിരീഷ് മുറിയിൽ വെച്ച് അതിക്രമം കാട്ടിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേസിന്റെ വിചാരണാ വേളയിൽ ഭാര്യയും മകളും പ്രതിക്കെതിരെ മൊഴി നൽകിയതും നിർണായകമായി. 5 വർഷം കണ്ണുതടവും 30,000 രൂപ പിഴയുമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. പിഴയൊടുക്കാത്ത പക്ഷം 6 മാസം അധിക തടവ് അനുഭവിക്കണം. പെൺകുട്ടിക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോടും കോടതി ശുപാർശ ചെയ്തു. 2024 ഇടുക്കി പോലീസ് രജിസ്റ്റർ ചെയ്ത് സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് അന്വേഷണം നടത്തിയ കേസിലാണ് ഇടുക്കി പോക്സോ അതിവേഗ കോടതിയുടെ വിധിയുണ്ടായത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷിജോ മോൻ ജോസഫ് ഹാജരായി. ന്യൂസ് 18 ഇടുക്കി.